Hello everyone, it's winter here in Dublin. ഈ വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ ഡബ്ലിൻ ആട്ടോ കാട്ടുന്നത്. മോർണിംഗ് റുട്ടീൻസ് എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ വന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാട്ടോ പതിവ്. ഇന്നത്തേത് ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ആയിരുന്നു. ആൻഡ് ഐ ഓൾവേസ് ഫീൽ ഗ്രേറ്റ്ഫുൾ വെൻ ഐ സീ എ ഗോർജിയസ് സൺറൈസ്. ഇവിടെ ഇപ്പോൾ സൺറൈസ് ആകുന്നത് മോർണിംഗ് ഒരു 8:30 9 മണിയോടെയൊക്കെ ആട്ടോ. അതൊക്കെ മുമ്പ് എല്ലാം നല്ല ഇരുട്ടായിരിക്കും. അതുപോലെ തന്നെ സൺസെറ്റ് ഒരു 4:30 നടക്കുകയും ചെയ്യും. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു സീ ദീസ് ചേഞ്ചസ് ഹിയർ. കാരണം നമ്മുടെ നാട്ടിൽ കറക്റ്റ് ടൈമിൽ സൺറൈസും സൺസെറ്റും എല്ലാം നടക്കുമല്ലോ. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു സീ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് ബ്രെഡും പീനട്ട് ബട്ടറും അതുപോലെ തന്നെ ചെഡാർ ചീസും കഴിച്ചു കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന വീട്ടിലെ ഓണറായിട്ട് ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഇവിടുത്തെ ഏരിയാസൊക്കെ കാണാനും യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. നമ്മൾ ഈ സീസൺ ചേഞ്ചസ് ഉള്ള നാട്ടിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ദാറ്റ് നമ്മളും ഇവിടുത്തെ ചേഞ്ചസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലിയും അതുപോലെ തന്നെ മെൻ്റലിയും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഇവിടുത്തെ നെയ്ബർഹുഡ്സിലൊക്കെ ഒന്ന് പോയി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലൊന്ന് പോയി. യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആയിരുന്നു ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ. എന്നാലും അതിൻ്റെ ഉള്ളിൽ പോയി ബിൽഡിങ്സൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഞാൻ പഠിക്കുന്നത് ഇവിടെ ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലാണ്. എനിക്ക് ഫസ്റ്റ് ടൈം യൂണിവേഴ്സിറ്റി വിസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ക്യാമ്പസ് ആട്ടോ. ഞങ്ങൾക്കുള്ളത് വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു വലിയൊരു ക്യാമ്പസാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ നിങ്ങളോടൊരു ഹ്യൂജ് താങ്ക്സ് പറയാണ് ഫോർ ദി എമൗണ്ട് ഓഫ് ലവ് ദാറ്റ് യു ഗൈസ് ഷോഡ് ഓൺ മൈ പ്രീവിയസ് വീഡിയോ. എനിക്കറിയാം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിലും ഫാമിലീസിലുള്ളവരോട് തന്നെ എനിക്ക് ഈ ഒരു ട്രാൻസിഷനെ പറ്റി പറയാൻ പറ്റിയിട്ടുണ്ടായില്ല എന്നുള്ളത്. ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റത്തെ ഫ്യൂ വീക്സിൽ നമ്മളൊരു പുതിയ കൺട്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫ്രം ദ വെരി ബേസിക് തിങ്സ് ലൈക്ക് ഒരു സിം എടുക്കുക, അങ്ങനെ എല്ലാത്തിനും എന്നെ എൻ്റെ ഹോം ഓണർ ഗൈഡ് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഈ ഡ്രസ്സ് ഡ്രൈ ചെയ്യുന്ന റാക്ക് വാങ്ങാനുണ്ടായി, പില്ലോസ് വാങ്ങാനുണ്ടായി. അതെല്ലാം ഞങ്ങൾ ഐക്യയിൽ പോയി വാങ്ങി. എല്ലാം കഴിഞ്ഞാട്ടോ വീട്ടിലെത്തിയത്. സിം നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയർ ഞാനൊരു വീഡിയോ ആയിട്ട് കാട്ടാം. ഈ ഒരു ട്രാൻസിഷനിൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ പാരൻസിനെ കേട്ടോ. ആൻഡ് ഐ ഫീൽ വെരി പ്രിവിലേജ് ടു ഹാവ് ദം ആസ് മൈ പാരൻസ്. എൻ്റെ ഒരു ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സിബ്ലിങ്സ് ആട്ടോ. എൻ്റെ സിസ്റ്റർ, എനിക്ക് എടുത്തു പറയാൻ ഉള്ളൊരു സംഭവം എൻ്റെ സിസ്റ്ററിൻ്റെ സപ്പോർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ബ്രദറും. എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൈ പാരൻസ് വാസൻ ഷോക്ക്ഡ് അറ്റ് ഓൾ. ദേ ഓൾറെഡി നോ ദാറ്റ് ഒരു ഡേ ഇത് വരും എന്നുള്ളത്. ആൻഡ് ദേ വാസ് ലൈക്ക് ഓക്കെ, ഇറ്റ്സ് ഹാപ്പനിങ്. ആൻഡ് ഐ വാസ് ലൈക്ക് എ ബേർഡ് ഫോർ ദം ദാറ്റ് ദേ ഫെൽ ദ നീഡ് ടു പ്രൊട്ടക്ട് മീ ഇൻ എ നെസ്റ്റ്. പക്ഷെ ഫൈനലി ദേ വാസ് ലൈക്ക് സാരല്ല, യു ഗോ ആൻഡ് ഫ്ലൈ വിത്ത് യുവർ ഓൺ വിങ്സ്, ഇനി ഈ നെസ്റ്റിൽ തന്നെ നിൽക്കേണ്ട എന്നുള്ളത് പറഞ്ഞു. എനിക്ക് ഈ ഒരു ട്രാൻസിഷനിൽ എൻ്റെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫാമിലീനെയും എൻ്റെ ഹോമിനെയും വിട്ടിട്ട് പുതിയൊരു കൺട്രിയിലേക്ക് വന്നത്. ആൻഡ് ഐ ഫീൽ വെരി ഹോം സിക്ക് സംടൈംസ്. പക്ഷേ ഐ ഗിവ് എവറിത്തിങ് ആൻഡ് സറണ്ടർ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അല്ലാഹ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് ന്യൂ കണക്ഷൻസ് കിട്ടി. ഓൾസോ ഈ ചേഞ്ചിൽ എൻ്റെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ക്രിയേറ്ററായിട്ട് കൂടുതൽ അടുത്തു എന്നുള്ളതാണ്. ഇൻ എ വേ ദാറ്റ് ഐ കുഡൻറ്റ് ഈവൻ ഇമാജിൻ. പിറ്റേന്ന് മോർണിംഗ് അയർലൻഡിലെ എൻ്റെ ഫസ്റ്റ് ബസ് റൈഡായിരുന്നു കേട്ടോ, ഇൻ ഡബ്ലിൻ ബസ്. ഐ വാസ് വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ഡേ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ജാക്കറ്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായുള്ളൂ. സോ ഒരു ന്യൂ ജാക്കറ്റ് വാങ്ങാനുണ്ടായി, അതുപോലെ തന്നെ ഗ്ലൗസ് വാങ്ങാനുണ്ടായി. അതുപോലെ തന്നെ സിറ്റി കൂടെ ഒന്ന് കറങ്ങി കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്. ഇതാണ് സിൻസ ചേച്ചി. ഞാനിവിടെ വന്ന് മെറ്റ് ചെയ്തതിൽ ഒരു വൺ ഓഫ് ദി കൈൻഡസ്റ്റ് ആൻഡ് പ്രഷ്യസ് ജെമ്മാട്ടോ ചേച്ചി. ചേച്ചിയും ഇവിടെ പഠിക്കുകയാണ് ഇൻ എ യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരുപാട് അതുപോലത്തെ സ്ട്രീറ്റ് സിംഗേഴ്സ് ഉണ്ട് കേട്ടോ. റോട്ടിലെല്ലാവരും അതെല്ലാം ആസ്വദിച്ച് പയ്യനെ കാമൻ ക്വൈറ്റായിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡാൻസിൽ കയറി. എൻ്റെ ജാക്കറ്റ് കിട്ടി. ഡാൻസിൽ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിക്കുന്ന ഇവിടെ ഒരുപാട് അതുപോലത്തെ സ്ട്രീറ്റ് സിംഗേഴ്സ് ഉണ്ട് കേട്ടോ.
റോട്ടിലെല്ലാവരും അതെല്ലാം ആസ്വദിച്ച് പയ്യനെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൻസിൽ കയറി. എൻ്റെ ജാക്കറ്റ് കിട്ടി. ഡൻസിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിക്കുന്ന കൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് ഷോപ്പ് ചെയ്തില്ല. എനിക്ക് വേണ്ട ജാക്കറ്റ് എടുത്തു കേട്ടോ. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത ജാക്കറ്റ്. ഇറ്റ് വാസ് വെരി വാം ആൻഡ് അത്യാവശ്യം നല്ലൊരു ഡീലാണെന്ന് തോന്നി. അങ്ങനെ ആ ജാക്കറ്റ് വാങ്ങി. അതുപോലെ തന്നെ ഗ്ലൗവും കൂടെ വാങ്ങിയായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലൗവിന് അധികം ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി, ലൈക്ക് നമ്മുടെ അയർലൻഡ് വെതറായിട്ട്. സോ അതും കൂടെ വാങ്ങി. കുറച്ച് ഡ്രസ്സസൊക്കെ നടന്ന് കണ്ടു. അങ്ങനെ പേ ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. സിറ്റി സെൻറ്റർ രാത്രി ആകുമ്പോഴാണ് ഇവിടെ കുറച്ചും കൂടെ അലൈവ് ആവുന്നത്. അതെല്ലാം കണ്ടു. പിന്നെ ചേച്ചിക്ക് ഷൂസൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറി ഷൂ എല്ലാം ഒന്ന് നോക്കിയിട്ടോ. അത് കഴിഞ്ഞ് ബാത്ത് ആൻഡ് ബോഡിയിൽ കയറി. അതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് നടന്നു. പിന്നെ ഞങ്ങൾ ടെസ്കോയിൽ കയറിയിട്ടോ. ഒന്നും വാങ്ങില്ല എന്ന് പറഞ്ഞാൽ കയറിയത്. ബട്ട് സ്റ്റിൽ കാണുമ്പോൾ നമുക്ക് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് ന്യൂ തിങ്സൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ടെസ്കോയിൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ തുടങ്ങി എല്ലാ A to Z എല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം വാങ്ങി. അതുപോലെ തന്നെ അവിടെ വെച്ച് പാരൻസിനെയൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു. അവരുടെ സാധനങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്തു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് ഇരുന്ന് കഴിച്ചില്ല, ടേക്ക് അവേ ആയിട്ടാണ് എടുത്തത്. അതിനുശേഷം ഒന്നും കൂടെ സിറ്റി ഒന്നും കൂടെ കണ്ടു. അത് കഴിഞ്ഞ് ബസ്സിന് വെയിറ്റ് ചെയ്തു കേട്ടോ. ഓരോ ബസ്സിനും ഓരോരോ സ്റ്റേഷൻസ് ഇവിടെ ഉള്ളത്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ ഡിസ്പ്ലേ ആകുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ബസ് വരും. അതിൽ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ ബസ് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ബസ് അറൈവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ഇറ്റ് വാസ് എ ലവ്ലി ഡേ ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ, എസ്പെഷ്യലി ഇൻ ഡബ്ലിൻ സിറ്റി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇരുന്ന സിറ്റിയുടെ പല പല സൈഡുകളും സ്ട്രീറ്റ്സുകളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ബസ്സിൽ ഒരുവിധം നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു റൈഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിരുന്ന് ബർഗേഴ്സൊക്കെ കഴിച്ചിട്ട് വീടെത്തി കേട്ടോ. വീടെത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ വീട്ടിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. Until we see again in a new video, take care.